നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ലസാഗു. ലസാഗുവിന്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 3, 5, 10 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകൾ എത്ര മിനിറ്റ് കൂടുമ്പോൾ ആണ് ഒരുമിച്ച് മുഴങ്ങുന്നത്? അപ്പോൾ 3 ക്ലോക്കുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്ലോക്ക് 3 മിനിറ്റ് കൂടുമ്പോഴും, അതുപോലെ രണ്ടാമത്തെ ക്ലോക്ക് 5 മിനിറ്റ് കൂടുമ്പോഴും, മൂന്നാമത്തെ ക്ലോക്ക് 10 മിനിറ്റ് കൂടുമ്പോഴും മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇത് മുഴങ്ങുന്നത് എപ്പോഴാണ്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഇതിന്റെ ലസാഗു LCM കണ്ടുപിടിക്കണം. അപ്പോൾ അത് നോക്കാം. ഈ 3, 5, 10 ഇവയുടെ ലസാഗു എങ്ങനെയാണ് കാണുന്നത്? ആദ്യം 3, 5, 10 എന്ന് എഴുതുക. എന്നിട്ട് നോക്കുക ഇത് മൂന്നിനുമായിട്ട് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഒന്നല്ലാതെ പൊതുവായ മറ്റ് ഘടകങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത് മൂന്നിനും ചേർന്നിട്ട് പൊതുവായ ഘടകങ്ങൾ ഇല്ല. പക്ഷെ 5നും 10നും ഇടയ്ക്കുണ്ട്. മൂന്നിനും തമ്മിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 5നും 10നും ഇടയിൽ രണ്ടും 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 5നെ എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. 3 അതുപോലെ തന്നെ എഴുതിയാൽ മതി. 5 എടുത്ത് ഇടതുവശത്തേക്ക് എഴുതി, അത് കഴിഞ്ഞ് 3 അതുപോലെ താഴേക്ക് എഴുതി. ഇനി 5/5 അത് 1 എഴുതി. അതുപോലെ 10/5 2 അതും താഴെ എഴുതി. അപ്പം 3, 1, 2. ഇനി ഇത് എല്ലാം ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിന് ഇനി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് ഗുണിച്ചിട്ട് അതിൻ്റെ ലസാഗു എഴുതാം. 5 × 3 × 1 × 2 അതാണ് അതിൻ്റെ ലസാഗു 30. അപ്പോൾ 30 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ 3 അലാറവും കൂടെ ഒരുമിച്ച് മുഴങ്ങുന്നത്. ഇനി അടുത്ത ചോദ്യം, 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7ഉം 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഒരു സംഖ്യ അതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. അതുപോലെ ശിഷ്ടമാണ്, റിമൈൻഡർ ആണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരണം. അതുപോലെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരണം. അപ്പോൾ അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ 8ഉം 12ഉം 16 ഇത് മൂന്നിന്റെ ലസാഗു കാണണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 8, 12, 16 ഈ നമ്പേഴ്സ് കൊണ്ടാണ് ആ സംഖ്യയെ ഹരിക്കുന്നത്. അപ്പോൾ ആ നമ്പേഴ്സിന്റെ ഏതുകൊണ്ടാണോ ഹരിക്കുന്നത് ആ നമ്പേഴ്സിന്റെ ലസാഗു കാണുക. എന്നിട്ട് നോക്കുക 8, 12, 16. അപ്പോൾ ഇത് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നോക്കാം ഇതിനിടെ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ, ഇതിന്റെ ഘടകമായിട്ട് വരുന്ന ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 4 ആണ്. അപ്പോൾ 4 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ട് 8/4 2 അതിൻ്റെ 8ന്റെ താഴെ എഴുതുന്നു. 12/4 3 12ന്റെ താഴെ എഴുതുന്നു. അതുപോലെ 16/4 4 അത് 16ന്റെ താഴെയും എഴുതുന്നു. 2, 3, 4. ഇപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കിയാൽ 2, 3, 4 ഇത് മൂന്നിനും കൂടെ ചേർന്ന് പൊതുവായ ഒരു ഘടകം ഇല്ല. ഒന്നല്ലാതെ മറ്റൊരു ഘടകമില്ല. പക്ഷെ 2ഉം 4ഉം എടുത്താൽ അത് ഈവൻ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 2 കൊണ്ട് ഇനി വീണ്ടും ഹരിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? അടുത്ത സ്റ്റെപ്പിൽ 2/2 1 2ന് താഴെ 1 എഴുതിയിട്ടുണ്ട്. 3 അതുപോലെ തന്നെ എഴുതുക. 4/2 2. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ 1, 3, 2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തുടർന്ന് ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ലസാഗു കണ്ടുപിടിക്കാം. 4 × 2 × 1 × 3 × 2. അപ്പോൾ 48 ആണ് ലസാഗു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ആദ്യം 8 കൊണ്ടാണ് ഹരിക്കുന്നത്. ആദ്യത്തെ പറഞ്ഞുകൊണ്ട് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. അപ്പോൾ 8 - 3 നോക്കുക, 5 കിട്ടും. അതുപോലെ ആ സംഖ്യ 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 - 7 അത് 5 ആണ്. ഇനി 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 11. അപ്പോൾ 16 - 11 ശിഷ്ടം 5 വരുന്നു. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം 5 ആണ്. അപ്പോൾ ലസാഗുവും കണ്ടു, പൊതുവ്യത്യാസവും കണ്ടു. ഇനി ലസാഗു മൈനസ് പൊതുവ്യത്യാസം ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 48 - 5 അതായത് 43. അപ്പോൾ നമുക്ക് മനസ്സിലാവും 43നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്ര കിട്ടും? ശിഷ്ടം 3 കിട്ടും.
അതുപോലെ 43-നെ നമ്മൾ 12 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 12 × 3 36. അപ്പോൾ ശിഷ്ടം 7 കിട്ടും. ഇനി 43-നെ നമ്മൾ 16 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 16 × 2 32 വന്നു കഴിഞ്ഞാൽ പിന്നെ ശിഷ്ടം 11 കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക. ആദ്യം ലസാഗു കണ്ടുപിടിക്കുക, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, എന്നിട്ട് ലസാഗു മൈനസ് പൊതുവ്യത്യാസം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. അടുത്ത ചോദ്യം, 4, 8, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? അപ്പോൾ ആദ്യം 4, 8, 12 അതിൻ്റെ ലസാഗു കാണുക. അപ്പം ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും, അതായത് ശിഷ്ടം 0 വരണം, അങ്ങനെ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ, പെർഫെക്റ്റ് സ്ക്വയർ. 1, 4, 9, 16, 25, 36 അങ്ങനെ പോകുന്നതാണ് പൂർണ്ണവർഗ സംഖ്യ. അതായത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ആ ക്രമത്തിൽ പോകുന്നത് തന്നെയാണ് പൂർണ്ണവർഗ സംഖ്യ, പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലസാഗു നോക്കാം. 4, 8, 12. അപ്പോൾ ഇതിൽ 3ഉം ഒരുപോലെ ഒരുമിച്ച് ഹരിക്കാൻ സാധിക്കുന്നത് 4 കൊണ്ടാണ്. ഏറ്റവും വലിയത് ഘടകമായിട്ട് വരുന്നത് 4 ആണ്. അപ്പോൾ 4/4 1 താഴെ എഴുതുന്നു, 8/4 2 താഴെ എഴുതുന്നു, 12/4 3. അപ്പോൾ ഇനി അതിനെ തുടർന്ന് വീണ്ടും ഒരുമിച്ച് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 4 × 1 × 2 × 3 24 ലസാഗുവായി കിട്ടിയിരിക്കുന്നത്. ഇനി 24-നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 24 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 4-നെ നമുക്ക് 4 ഒരു പൂർണ്ണവർഗ സംഖ്യ, 2 × 2. അപ്പോൾ 2 × 1 × 2 × 3 നമുക്ക് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ എന്താണ്? 2 × 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 × 1. ഇനി ഒരു 2ഉം ഒരു 3ഉം കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു അതൊരു പൂർണ്ണവർഗ സംഖ്യ. എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലെ 3 × 3 അങ്ങനെ വരണം. അപ്പോൾ ഇവിടെ 2 × 2 × 2 ഇനി ഒരു 2ഉം കൂടെ കിട്ടിയാൽ ആ 2 അവിടെ നമുക്ക് ഒരു 2ൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ 4 ആകും. അതുപോലെ 3 × 3 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 9 വരും. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ, ഒരു പൂർണ്ണവർഗ സംഖ്യ ആക്കണമെങ്കിൽ ഒരു 2ഉം ഒരു 3ഉം കൂടെ കൊണ്ട് ഗുണിക്കുക. 2 × 3 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 24 × 6 ചെയ്യുക. അപ്പോൾ 144 കിട്ടും. അതാണ് ഉത്തരം. 144 ഉത്തരം. അടുത്ത് കിട്ടുന്ന ഒരു പൂർണ്ണവർഗ സംഖ്യ, ഒരു 6 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് പൂർണ്ണവർഗ സംഖ്യ 144. അടുത്ത ചോദ്യം, 1/2, 2/3, 3/4 ഇവയുടെ ലസാഗു കാണുക. ഇതൊരു മറ്റൊരു മോഡലാണ്. ഇതിൽ ലസാഗു മാത്രമല്ല ഉസാഖയും കൂടി പഠിക്കേണ്ടതുണ്ട്. ഉസാഖ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ, ഭിന്നസംഖ്യ വരുമ്പോൾ ഒരു ഫോർമുലയുണ്ട്, അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ. അതായത് ന്യൂമറേറ്ററിന്റെ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അതാണ്. അപ്പോൾ ആ ഫോർമുല ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 6, അതായത് 6 ഉത്തരം കിട്ടുന്നത്. അംശങ്ങളുടെ ലസാഗു നമുക്ക് നോക്കി തന്നെ പറയാം. 1, 2, 3ന്റെ ലസാഗു 6 ആണ്. ഇനി അതുപോലെ 2, 3, 4 ഉസാഖ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2, 3, 4 അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. കോമൺ ഫാക്ടേഴ്സ് ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ ആകപ്പാടെ അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് 3നും കൂടെ വരണം. അപ്പോൾ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ 6 ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറയുന്നതാണ്. ഉസാഖ എന്ന ടോപ്പിക്കാണ് അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കത് വീണ്ടും ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് പുതിയ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക് യു.